അന്ത്യനാളെടുക്കുന്ന സമയത്ത് ഈ ലോകത്തുണ്ടാകുന്ന വിസ്മയകരമായ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മുത്തുനബി തങ്ങൾ ധാരാളം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കാണാം. വത്തഖദുൽ ഖുർആന മസാമീറാ, പരിശുദ്ധമായ ഖുർആനിനെ നീട്ടി പാരായണം ചെയ്യുന്ന, തജ്വീദിന് വിരുദ്ധമായിട്ട് പാരായണം ചെയ്തൊരു സാഹചര്യം ഉടലെടുക്കും. നീട്ടേണ്ടടുത്തല്ല നീട്ടുന്നത്, നീട്ടാൻ പാടില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നീട്ടി ഓതും. നീട്ടാൻ പറഞ്ഞ സ്ഥലത്ത് നീട്ടുകയുമില്ല. അങ്ങനെയുള്ള സാഹചര്യം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ പ്രസംഗം കേൾക്കുമ്പം വെറുതെ മടിക്കാൻ പാടില്ലാത്ത മടിക്കുകയാണ്. മടിക്കണം എന്ന് പറഞ്ഞെടുത്ത് മടിക്കുകയുമില്ല, നീട്ടാൻ പറഞ്ഞെടുത്ത് നീട്ടൂല, അല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങ് നീട്ടി ഓതും. വത്തഖദുൽ ഖുർആന മസാമീറാ, ഖുർആൻ ഒരു സംഗീതം പോലെ അവർക്ക് തോന്നിയതുപോലെയൊക്കെ നീട്ടിയും വലിച്ചൊക്കെ ഓതുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുമ്പം അന്ത്യനാൾ ഉണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതണമെങ്കിൽ തജ്വീദ് അനുസരിച്ച് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ഖുർആൻ ഓതണം. അല്ലാതെ ഖുർആൻ ഓതുന്നവരെ സംബന്ധിച്ച് മഹാരഥന്മാർ എവിടെ നിന്ന് പഠിപ്പിച്ചത്? എത്രയെത്ര ഓത്തുകാരാണ് ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഖുർആൻ നമ്മൾ ഓതുന്നു, നമ്മളെ ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തെറ്റായ രീതിയിലാണ് ഖുർആൻ ഓതുന്നത് എങ്കിൽ അങ്ങനെയാകാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ അതിന്റെ ബഹുമാനങ്ങൾ കൊടുത്ത് തജ്വീദനുസരിച്ച് പാരായണം ചെയ്യുമ്പോഴാണ് ഖുർആൻ ഓതിയതിന്റെ പരിപൂർണ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പഠിപ്പിച്ചല്ലോ, യുദില്ലു ബിഹി കസീറാ വയഹ്ദി ബിഹി കസീറാ. ഖുർആൻ കൊണ്ട് കുറെ ആളുകൾ നന്നാകും, കുറെ ആളുകൾ വഴിപിഴയ്ക്കുകയും ചെയ്യും. അല്ലാഹു ഖുർആൻ കൊണ്ട് നന്നാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ.